ഇപ്പോൾ കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് കണ്ണിനെന്തായാലും ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ. അപ്പം പ്രൊട്ടക്ഷൻ്റെ ആദ്യത്തേത് സേഫ്റ്റി ഗ്ലാസ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നതിനും വരെ ഈ ഗ്ലാസ് മുഖത്ത് കാണണമെന്ന്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഒന്നും കണ്ണിലോട്ട് കയറാതിരിക്കുക. ഇപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ പൊടി അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിൽ അടുത്തോട്ട് വരാതിരിക്കുക. കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ കണ്ണിൽ അടുത്തൊന്നും തൊടാതിരിക്കുക. കാരണം ഗ്രാൻഡ് പേരൻസ് ആയിരിക്കുമല്ലോ കൂടുതലും ചെയ്യുന്നത്. കൊച്ചു കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഗ്രാൻഡ് പേരൻസിനോട് കളിക്കാൻ ഒരു താല്പര്യം കാണും. അപ്പോൾ അവരൊന്ന് മടിയിലൊക്കെ ഇരിക്കുമ്പോൾ അറിയാതെ കൈ കൊണ്ട് കണ്ണെ തൊടാതിരിക്കാനൊക്കെ ഈ ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാത്രിയാകുമ്പോൾ പക്ഷെ നമുക്ക് ഈ ഗ്ലാസ് വെച്ച് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നമുക്കൊരു പച്ച ഷീൽഡ് തരും. അത് ഓപ്പറേഷൻ ചെയ്ത കണ്ണിലോട്ട് ഇങ്ങനെ വെക്കുക. 2 ടേപ്പ് അവിടെ തരും. ഇത് നോൺ അലർജിക് ടേപ്പാണ്. അത് വെച്ച് 2 പ്രാവശ്യം ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമ്മളറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ കണ്ണ് താങ്ങാതിരിക്കും. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് രാത്രി ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമ്മളറിയാതെ കണ്ണ് ചൊറിയാതിരിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചൊറിച്ചിലൊക്കെ നമ്മൾ കണ്ണ് ചൊറിച്ച് കഴിഞ്ഞാൽ ലെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ അത് തിരിച്ച് വെക്കണമെങ്കിൽ പിന്നെ തിയേറ്ററിൽ കയറും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രിക്കോഷൻസ് എടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഇതുപോലെ ചെയ്യേണ്ടി വരും. ഇത് ക്ലീൻ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. രാവിലെ ഇത് കണ്ണിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് കഴുകുക, ഉണക്കാൻ വെക്കുക. അതുപോലെ തന്നെ വൈകിട്ട് ഇത് വെക്കാനായിട്ട് ഇത് ഊരുമ്പോൾ ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് കഴുകുക, ഉണക്കാനായിട്ട് വെക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി.